എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകണം. നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റെപ്സ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്ങിലെ വിവിധ സ്റ്റേജുകൾ അതിലേക്ക് ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു ഡാറ്റ പ്രോസസ്സിങ് നടത്താനായിട്ട്. ഡാറ്റ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കമ്പ്യൂട്ടർ വഴി നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അഡ്മിഷൻ നടത്താനായിട്ട് നടത്തിയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ പൊതുവായിട്ട് എല്ലാത്തിനെയും ജനറലായിട്ട് പറയുന്നതാണ് ഡാറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ പ്രോസസ്സിങ്ങിൽ 6 സ്റ്റേജസ് ആണുള്ളത്. നമുക്കറിയാം: ക്യാപ്ചറിങ്, ഇൻപുട്ട് ഓഫ് ഡാറ്റ, സ്റ്റോറേജ് ഓഫ് ഡാറ്റ, പ്രോസസ്സിങ്, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഈ 6 സ്റ്റേജ് നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. എന്തൊക്കെയാണ് ഈ ക്യാപ്ചറിങ്, എന്താണ് ഇൻപുട്ട്, എന്താണ് സ്റ്റോറേജ് കൊണ്ട് അർത്ഥമാക്കുന്നത്, പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ, ഈ 6 കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോക്കുന്നത് എന്താണ് നമ്മുടെ ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്. ക്യാപ്ചറിങ് മീൻസ് കളക്ടിങ് ദ റിക്വയർഡ് ഡാറ്റ ഓൺ ഫോംസ്. അതായത് കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫോമുകൾ വഴി നമ്മൾ സ്വീകരിക്കുന്ന ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഫോമുകളിൽ ആവശ്യമായിട്ടുള്ള ഡാറ്റ സംഭരിക്കുന്ന അല്ലെങ്കിൽ ശേഖരിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ക്യാപ്ചറിങ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മളൊരു ഫോം വാങ്ങിയിട്ട് അതിൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത്. ആ പ്രവർത്തനത്തിന് പറയുന്ന, ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന ഫോം അത് നിങ്ങൾ എഴുതി ഇതുപോലത്തെ ഫോമുകളിൽ ഫില്ല് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ സ്വീകരിക്കുന്ന സ്റ്റേജ്, അതിനെയാണ് ഡാറ്റ ക്യാപ്ചറിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഫോം വഴിയല്ല ഡാറ്റ സ്വീകരിക്കുന്നത്, ഡയറക്റ്റ് ഓൺലൈൻ വഴിയായിട്ട്. ഹാർഡ് കോപ്പി ഓഫ് പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോംസ് ആർ നോട്ട് യൂസ്ഡ്. ഇൻസ്റ്റഡ് ഡാറ്റ ആർ ഡയറക്ട്ലി ഇൻറ്റേർഡ് ത്രൂ ഓൺലൈൻ ഫെസിലിറ്റീസ്. അതായത് നമ്മൾ ഏകജാലകം അപേക്ഷ കൊടുത്ത പോലെ, സിംഗിൾ വിൻഡോ അപേക്ഷ കൊടുത്ത പോലെ, ഗവൺമെൻറ് കോട്ട ആപ്ലിക്കേഷൻ കൊടുത്ത പോലെ നമുക്ക് ഡയറക്റ്റ് ഒരു ഫോം നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഓരോ കാര്യങ്ങൾ നമ്മളോട് പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യാനായിട്ട് ചില ഫോമുകൾ സ്കാൻ ചെയ്ത കോപ്പികൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അക്ഷയ പോയി ഡയറക്റ്റ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻപുട്ട് അല്ലെങ്കിൽ ഫോം സാധാരണ പേപ്പർ ഫോമുകളിലൊക്കെ എഴുതി സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റിൽ ഡയറക്റ്റ് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ഡാറ്റ ഓൺലൈൻ ഫെസിലിറ്റി വഴി സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഏത് മാർഗത്തിലാണെങ്കിലും, പേപ്പർ വഴി കൊടുക്കുകയാണെങ്കിലും, കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി കൊടുക്കുകയാണെങ്കിലും, പൊതുവായിട്ട് ആദ്യത്തെ സ്റ്റേജിനെ പറയുന്ന പേരാണ് ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എങ്കിലും നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് കിടക്കുക. അടുത്ത സ്റ്റേജിൽ പറയുന്ന പേരാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. എന്താണ് ഇൻപുട്ട് എന്ന് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത് ഫീഡിങ് ഓഫ് ഡാറ്റ ടു എ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിങ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. അതായത് കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ ഡാറ്റ ഫീഡ് ചെയ്യുന്ന പ്രവർത്തനം. ഈ കിട്ടിയ ഫോം നിങ്ങൾ ഈ പടത്തിൽ കാണുന്നുണ്ടാവും. ആ കിട്ടിയ ഫോമിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്ത് കയറ്റുന്ന ആ പ്രവർത്തനം, അതിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സിങ്ങിനായി കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഫീഡ് ചെയ്യുന്ന, അതായത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഫീഡ് നടത്തുന്ന പ്രവർത്തനം, അതിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നതിൽ കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല രീതിയിൽ നമ്മളിപ്പോൾ ഇൻപുട്ട് സ്വീകരിക്കുന്നു. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇൻപുട്ട് സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് ഇൻപുട്ട് സ്വീകരിക്കാം, വോയിസ് വഴി ഇൻപുട്ട് സ്വീകരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഫോണുകളിലൊക്കെ കാണും, നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അതിനെ ടെക്സ്റ്റാക്കി മാറ്റുന്നത്. കീബോർഡൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ.
നമ്മുടെ മൊബൈലിലും ഒക്കെ കാണുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇൻപുട്ട് എന്ന് പറഞ്ഞത് ടെക്സ്റ്റ് മാത്രമാണ് എന്നർത്ഥമില്ല. അത് ഓഡിയോ ആയിട്ട് വരാം, വീഡിയോ ആയിട്ട് വരാം, അല്ലെങ്കിൽ സ്കാൻഡായിട്ട് വരാം. ഇങ്ങനെ പല മാർഗ്ഗങ്ങളും ഏത് മാർഗത്തിലായാലും കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ സ്വീകരിക്കുന്ന പ്രവർത്തനം, ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അപേക്ഷ ഫോമിലെ ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്ത് അത് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്ന ആ പ്രവർത്തനമാണ് ഇൻപുട്ടിൽ നടക്കുക. അപേക്ഷ ഫോമിലെ ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന പ്രവർത്തനം, അതാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ സ്റ്റേജിൽ നടക്കുക. അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കയറി കഴിയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഏതടുത്ത സ്റ്റേജ്? അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ക്യാപ്ചറിങ് ഡാറ്റ കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റേജിൽ ഇൻപുട്ട് കഴിഞ്ഞു, മൂന്നാമത്തെ സ്റ്റേജിൽ സ്റ്റോറേജ്. ഈ കിട്ടിയിരിക്കുന്ന ഡാറ്റ എങ്ങനെയെങ്കിലും നമുക്ക് ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കണം. ആ എടുത്തു വയ്ക്കുന്നതിന് പറയുന്ന പേരാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പാഠത്തിൽ ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടിട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ പല സാധനങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയും ഈ സാധനത്തിന്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡുകൾ, ഇതാണ് ഹാർഡ് ഡിസ്ക്, കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഹാർഡ് ഡിസ്ക്. ഇത് DVD, ഇത് പെൻ ഡ്രൈവ്, പിന്നെ ഇത് നിങ്ങൾ പണ്ടത്തെ വീഡിയോ ടേപ്പ്, അങ്ങനത്തെ കാര്യം. ഇതൊക്കെ ഇതുപോലെ തന്നെയാണ് ഈ കാണുന്ന ഡിവൈസുകളൊക്കെ ഡാറ്റയെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട്. ഡാറ്റ എന്ന് പറഞ്ഞാൽ വീഡിയോ ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, എന്തെല്ലാം ഡീറ്റെയിൽസ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലെ ഡാറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ സഹായിക്കുന്ന, സംഭരിച്ച് വയ്ക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ, പടങ്ങളിൽ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ കിട്ടുന്ന ഈ ഇൻഫോർമേഷൻ കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷനെല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുന്നോ നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ആ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോറേജ് നടത്തുന്നത് ഞാൻ മുന്നേ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സ്റ്റോറേജ് നടത്തുന്നത് ഭാവിയിൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി, ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് വിവരങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടി സംഭരിച്ച് വയ്ക്കുന്ന ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 3 സ്റ്റേജ് കൂടെ നമ്മൾ കടന്നുപോയി. ഒന്നാമത്തെ സ്റ്റേജ് ക്യാപ്ചറിങ്, ഫോം വഴി ഡാറ്റകൾ സ്വീകരിക്കുന്നത്. രണ്ടാമത് നമ്മൾ എന്തായാലും കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുക, ഇതിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. മൂന്നാമത് നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ എടുത്തു വയ്ക്കുന്ന പ്രവർത്തനം, അതിന് പറയുന്ന പേരാണ് സ്റ്റോറേജ് എന്നുള്ള 3 ഇനി 3 കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഇനിയുള്ളത് പ്രോസസ്സിങ്. ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റേനെ ഇങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റും. പിന്നെ ഇങ്ങനെ ഔട്ട്പുട്ട് ചെയ്യും ഇൻഫോർമേഷനായിട്ട് കിട്ടിയിരിക്കുന്നതിന്. മൂന്നാമത് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യും. ഇതൊക്കെ ഈ 3 സ്റ്റേജ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. താങ്ക് യു.